ഇന്ന് ഒരു കഥാപരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. സംസ്കൃത പഠനം കഥയിലൂടെ. ആദ്യം പറയാൻ പോകുന്ന കഥയാണ് അഹഹ ആഹ ച. അഹയും ആഹയും. അജീജഃ സരളഃ പരിശ്രമീ ച ആസീത്. അജീജൻ സത്യസന്ധനും പരിശ്രമശാലിയുമായിരുന്നു. സഹ സ്വാമിനഃ ഏവ സേവായാം ലീനഃ ആസീത്. അവൻ അജീജൻ മുതലാളിയുടെ മാത്രം ജോലികളാണ് ചെയ്തിരുന്നത്. ഏകദാ സഹ ഗൃഹം ഗന്തും അവകാശം വാഞ്ചതി. സഹ അജീജൻ. ഒരിക്കൽ അവൻ വീട്ടിലേക്ക് പോകുന്നതിന് ലീവിനെ ചോദിച്ചു. സ്വാമി ചതുരഃ ആസീത്. മുതലാളി സൂത്രശാലിയായിരുന്നു. സഹ ചിന്തയതി. ഇവ മുതലാളിയുടെ കാര്യമാണ് പറയുന്നത്. അജീജന്റെ മുതലാളി ചിന്തിക്കുകയാണ്. അജീജഃ ഇവ ന കോപി അന്യഃ കാര്യകുശലഃ. അജീജനെ പോലെ കാര്യപ്രാപ്തിയുള്ള മറ്റൊരു ജോലിക്കാരനില്ല. യേഷ അവകാശസ്യ അഭിവേദനം ഗ്രഹിഷ്യതി. ഇവൻ ലീവിന്റെയും ശമ്പളം വാങ്ങുന്നുണ്ട്. ഏവം ചിന്തയിത്വാ സ്വാമി കഥയതി. ഇതേപോലെ ചിന്തിച്ചുകൊണ്ട് സ്വാമി മുതലാളി പറയുന്നു, അഹം തുഭ്യം അവകാശസ്യ വേതനസ്യ ച സർവം ധനം ദാസ്യാമി. ഞാൻ നിനക്ക് ലീവിന്റെയും ശമ്പളത്തിന്റെയും മുഴുവൻ തുകയും തരാം. പരം ഏതദർത്ഥം ത്വം വസ്തുദ്വയം ആനയ. എന്നാൽ അതിനു വേണ്ടിയിട്ട് നീ 2 സാധനങ്ങൾ കൊണ്ടുവരൂ. അഹഹ ആഹ ച ഇതി. അഹഹ എന്നും ആഹ എന്നും 2 സാധനങ്ങൾ കൊണ്ടുവരുവാൻ അജീജനോട് മുതലാളി പറയുന്നു. ഏതത് ശ്രുത്വാ അജീജഃ വസ്തുദ്വയം ആനേതും നിർഗച്ഛതി. ഇത് കേട്ട അജീജൻ 2 വസ്തുക്കളും കൊണ്ടുവരുന്നതിന് പുറപ്പെടുന്നു. സഹ ഇതസ്തതഃ പരിഭ്രമതി. അവൻ അവിടെയും ഇവിടെയുമൊക്കെ ചുറ്റി നടന്നു. ജനാൻ പൃച്ഛതി. ജനങ്ങളോട് ചോദിക്കുന്നു. ആകാശം പശ്യതി. ആകാശത്തേക്ക് നോക്കുന്നു. ധരാം പ്രാർത്ഥയതി. ഭൂമിയോട് പ്രാർത്ഥിക്കുന്നു. പരം സഫലതാം നൈവ പ്രാപ്നോതി. എന്നാൽ ഒരു ഫലവും കിട്ടുന്നില്ല. ചിന്തയതി. ഇത് അജീജന്റെ കാര്യമാണ്. അജീജഃ ചിന്തയതി. അജീജൻ വിചാരിക്കുകയാണ്. പരിശ്രമസ്യ ധനം സഹ നൈവ പ്രാപ്സ്യതി. പരിശ്രമത്തിന്റെ ഒന്നും ഫലം എനിക്ക് കിട്ടുന്നില്ല. കുത്രജിത് ഏകാ വൃദ്ധാമില്ലതി. ആ സമയത്ത് എവിടുന്നോ ഒരു വയസ്സായ സ്ത്രീയെ കണ്ടുമുട്ടി. സഹ താം സർവാം വ്യഥാം ശ്രാവയതി. സഹ അജീജൻ താം വൃദ്ധയോട് എല്ലാ വിഷമങ്ങളെയും പറഞ്ഞു കേൾപ്പിച്ചു. സാ വിചാരയതി. വൃദ്ധ ചിന്തിക്കുകയാണ്. സ്വാമി അജീജായ ധനം ദാതും ഇച്ഛതി. മുതലാളി അജീജന് പണം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സാ തം കഥയതി. സാ വൃദ്ധ തം അവനോട് അജീജനോട് പറയുകയാണ്. അഹം തുഭ്യം വസ്തുദ്വയം ദദാമി. ഞാൻ നിനക്ക് 2 വസ്തുക്കളും തരുന്നുണ്ട്. പരം ദ്വയം ഏവ ബഹുമൂല്യകം വർത്തതെ. ഈ 2 വസ്തുക്കളും വളരെ വിലപ്പെട്ടതാണ്. പ്രസന്നഃ സഹ.
സ്വാമിനഃ സമീപേ ആഗച്ഛതി. പ്രസന്നഃ സഹ അജീജൻ. സന്തോഷമായ അജീജൻ മുതലാളിയുടെ സമീപത്ത് വരുന്നു. അജീജം ദൃഷ്ട്വാ സ്വാമി ചകിതഃ ഭവതി. അജീജനെ കണ്ട മുതലാളി ആശ്ചര്യപ്പെടുന്നു. സ്വാമി ശനൈഹി പേടികാം ഉദ്ഘാടയതി. മുതലാളി പതുക്കെ പെട്ടിയെ തുറക്കുന്നു. പേടികായാം ലഘുപാത്രദ്വയം ആസീത്. പെട്ടിയിൽ 2 ചെറിയ പാത്രങ്ങളായിരുന്നു. പ്രഥമം സഹ ഏകം ലഘുപാത്രം ഉദ്ഘാടയതി. ആദ്യമേ സഹ, ഇപ്പൊ പറയണത് അജീജന്റെ മുതലാളിയുടെ കാര്യമാണ്. പ്രഥമം സഹ, ആദ്യം മുതലാളി ഒരു ചെറിയ പാത്രത്തെ തുറക്കുന്നു. സഹസ ഏകാ മധുമക്ഷിക നിർഗച്ഛതി. പെട്ടെന്ന് ഒരു തേനീച്ച പുറത്തേക്ക് വരുന്നു. തസ്യ ച ഹസ്തം ദശതി. തസ്യ, മുതലാളിയുടെ കയ്യിൽ കുത്തി. തേനീച്ച മുതലാളിയുടെ കയ്യെ കുത്തി. സ്വാമി ഉച്ചൈഹി വദതി അഹഹ. മുതലാളി ഉറക്കെ പറഞ്ഞു അഹഹ. അപ്പൊ മുതലാളി ഉറക്കെ അഹഹ എന്ന് പറഞ്ഞപ്പോൾ മുതലാളിക്ക് അഹഹ കിട്ടി. ദ്വിതീയം ലഘുപാത്രം ഉദ്ഘാടയതി. രണ്ടാമത്തെ പാത്രത്തെ തുറക്കുന്നു. ഏകാ അന്യ മക്ഷിക നിർഗച്ഛതി. മറ്റൊരു തേനീച്ച പുറത്തേക്ക് വന്നു. സഹ ലലാടേ ദശതി. അവൻ തേനീച്ച മുതലാളിയുടെ നെറ്റിയിൽ കുത്തി. പീഡിതഃ സഹ അത്യുച്ചൈഹി ചീത്കരോതി. വ്രണിതനായ സ്വാമി ഉറക്കെ പറഞ്ഞു ആഹ ഇത്. സ്വാമി ഉച്ചത്തിൽ പറഞ്ഞു ആഹ ഇത്. ആഹ എന്ന് സ്വാമി പറഞ്ഞു. അപ്പോൾ സ്വാമിക്ക് ആഹയും കിട്ടി. അങ്ങനെ സ്വാമിക്ക് അഹഹയും ആഹയും കിട്ടി. അജീജഃ സഫലഃ ആസീത്. അജീജന്റെ ജോലിയെല്ലാം സാഫല്യമായി. സ്വാമി തസ്മൈ അവകാശസ്യ വേതനസ്യ ച പൂർണ്ണം ധനം ദദാതി. മുതലാളി തസ്മൈ അജീജന് ലീവിന്റെയും ശമ്പളത്തിന്റെയും പൂർണ്ണമായിട്ടുള്ള തുക നൽകുന്നു. ഇനി നമുക്ക് വ്യാകരണാംശങ്ങൾ നോക്കാം. അജീജഃ അകാരാന്ത പുല്ലിംഗ. അജീജ ശബ്ദത്തിന്റെ പ്രഥമാ വിഭക്തി ഏകവചനം അജീജഃ. സരളഃ അകാരാന്ത പുല്ലിംഗ സരള ശബ്ദത്തിന്റെ പ്രഥമാ വിഭക്തി ഏകവചനം സരളഃ. പരിശ്രമി നകാരാന്ത പുല്ലിംഗ പരിശ്രമിൻ ശബ്ദത്തിന്റെ പ്രഥമാ വിഭക്തി ഏകവചനം പരിശ്രമി. ച അവ്യയം. ആസീത് അസ് ധാതുവിന്റെ ലട്ടിലകാരത്തിൽ പ്രഥമ പുരുഷ ഏകവചനം ആസീത്. സഹ ദകാരാന്ത തദ് ശബ്ദത്തിന്റെ പുല്ലിംഗ രൂപം പ്രഥമ വിഭക്തി ഏകവചനം സഹ. സ്വാമിനഃ നകാരാന്ത നപുംസകലിംഗ സ്വാമിൻ ശബ്ദത്തിന്റെ ഷഷ്ടി വിഭക്തി ഏകവചനം സ്വാമിനഃ. ഏവ അവ്യയം. സേവായാം ആകാരാന്ത സ്ത്രീലിംഗ സേവാ ശബ്ദത്തിന്റെ സപ്തമി ഏകവചനം സേവായാം. ലീനഃ
ലീന ശബ്ദത്തിന്റെ പ്രഥമ വിഭക്തി ഏകവചനം ലീന. ഏകദാ അവ്യയം. ഗൃഹം അകാരാന്ത നപുംസകലിംഗ ഗൃഹശബ്ദത്തിന്റെ ദ്വിതീയ ഏകവചനം ഗൃഹം. ഗന്തും ഗം ധാതുവിന്റെ കൃതന്തമായ തുമുന്നന്തം അവ്യയം ഗന്തും. അവകാശം അകാരാന്ത പുല്ലിംഗ അവകാശ ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തി ഏകവചനം അവകാശം. വാഞ്ചതി വാഞ്ച് ധാതു ലട്ടിലകാരം പ്രഥമ പുരുഷ ഏകവചനം വാഞ്ചതി. സ്വാമി നകാരാന്ത നപുംസകലിംഗ സ്വാമിൻ ശബ്ദത്തിന്റെ പ്രഥമ വിഭക്തി ഏകവചനം സ്വാമി. ചതുരഹ അകാരാന്ത പുല്ലിംഗ ചതുര ശബ്ദത്തിന്റെ പ്രഥമ വിഭക്തി ഏകവചനം ചതുരഹ. ചിന്തയതി ചിന്ത് ധാതു ലട്ടിലകാരം പ്രഥമ പുരുഷ ഏകവചനം ചിന്തയതി. ഇവ അവ്യയം ന അവ്യയം കോപി അവ്യയം. അന്യഹ അകാരാന്ത അന്യ സർവനാമ ശബ്ദത്തിന്റെ പ്രഥമ വിഭക്തി ഏകവചനം അന്യഹ. കാര്യകുശല അകാരാന്ത പുല്ലിംഗ കാര്യകുശല ശബ്ദത്തിന്റെ പ്രഥമ വിഭക്തി ഏകവചനം കാര്യകുശല. ഏഷ ദകാരാന്ത ഏതത് ശബ്ദത്തിന്റെ പുല്ലിംഗം പ്രഥമ വിഭക്തി ഏകവചനം ഏഷ. ഏഷഹയാണ് അവിടെ വിസർഗസന്ധി വന്ന വിസർഗം ലോപിച്ചതാണ് ഏഷ. ഏഷഹ. അവകാശസ്യ അകാരാന്ത അവകാശ ശബ്ദ പുല്ലിംഗ അവകാശ ശബ്ദത്തിന്റെ ഷഷ്ടി ഏകവചനം അവകാശസ്യ. അപി അവ്യയം വേദന ശബ്ദ അകാരാന്ത നപുംസകലിംഗ വേദന ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തി ഏകവചനം വേദനം. ഗ്രഹിഷ്യതി ഗ്രഹധാതു ലിറിട്ടിലകാരം പ്രഥമ പുരുഷ ഏകവചനം ഗ്രഹിഷ്യതി. ഏവം അവ്യയം ചിന്തയിത്വ ചിന്ത ധാതുവിന്റെ ത്വാന്തം കൃതന്തമാണ് ത്വാന്തം അവ്യയം ചിന്തയിത്വ. കഥയതി കഥ ധാതു ലട്ടിലകാരം പ്രഥമ പുരുഷ ഏകവചനം കഥയതി. അഹം ദകാരാന്ത ത്രിലിംഗക സർവനാമ ശബ്ദം യുഷ്മത് അസ്മത് ശബ്ദത്തിന്റെ പ്രഥമ പുരുഷ പ്രഥമ വിഭക്തി ഏകവചനം അഹം അസ്മത് ശബ്ദത്തിന്റെ. തുഭ്യം ദകാരാന്ത യുഷ്മത് ശബ്ദത്തിന്റെ ചതുർത്ഥി വിഭക്തി ഏകവചനം തുഭ്യം ത്രിലിംഗകമാണ്. വേദനസ്യ വേദന അകാരാന്ത വേദന ശബ്ദത്തിന്റെ ഷഷ്ടി വിഭക്തി ഏകവചനം നപുംസകലിംഗമാണ് വേദനസ്യ. സർവം അകാരാന്ത സർവനാമ ശബ്ദം സർവശബ്ദം നപുംസകലിംഗം ദ്വിതീയ വിഭക്തി ഏകവചനം സർവം. ധനം അകാരാന്ത നപുംസകലിംഗ ധനശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തി ഏകവചനം ധനം. ദാസ്യാമി ദകാരാന്ത ദാസ്യാമി ധാതു ലിറിട്ടിലകാരം പ്രഥമ പുരുഷ ഉത്തമ പുരുഷ ഏകവചനം ദാസ്യാമി. പരമവ്യയം ഏതദർത്ഥം അവ്യയം ത്വം ദകാരാന്ത
യുഷ്മത് ശബ്ദത്തിന്റെ ത്രിലിംഗകം പ്രഥമ വിഭക്തി ഏകവചനം ത്വം. വസ്തുദ്വയം വസ്തുദ്വയ ശബ്ദത്തിന്റെ അകാരാന്തം വസ്തുദ്വയ ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തി ഏകവചനം വസ്തുദ്വയം. ആനയ ആങ് ഉപസർഗപൂർവം നീധാതു മധ്യമപുരുഷ ഏകവചനം ആനയ. അഹഹ ആഹ ച ഇതി. നമസ്കാരം എല്ലാവർക്കും.